നമസ്കാരം. 20-ാം നൂറ്റാണ്ടിലെ ചിന്തകളെ തന്നെ പിടിച്ചുകുലുക്കിയ ഒരു പുസ്തകത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതെ, സിമോൺ ദ ബോവയുടെ ദി സെക്കൻഡ് സെക്സ്. നമുക്ക് വളരെ അടിസ്ഥാനപരമായ, എന്നാൽ ഒരുപാട് ആഴങ്ങളുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഒരു സ്ത്രീ? ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് സിമോൺ ദ ബോവ തന്റെ പുസ്തകത്തിലൂടെ അന്വേഷിച്ചത്. നമുക്കും ആ വഴിയിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കാം. 1949 ഈ പുസ്തകം പുറത്തിറങ്ങുന്നത്. സിമോൺ ദി ബൊവ എന്ന ഫ്രഞ്ച് തത്വചിന്തക ഈ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായി നടത്തിയൊരു വലിയ യാത്രയായിരുന്നു ആ പുസ്തകം. അത് പിന്നീട് ആധുനിക ഫെമിനിസ്റ്റ് ചിന്തയുടെ തന്നെ അടിത്തറയായി മാറി. അപ്പോ നമുക്ക് പുസ്തകത്തിന്റെ കാതലിലേക്ക് കടക്കാം. ബൊവയുടെ ആദ്യത്തെയും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കണ്ടെത്തൽ ഇതായിരുന്നു: സ്ത്രീയെ സമൂഹം കാണുന്നത് മറ്റൊരാൾ അഥവാ ദി അതറായിട്ടാണ്. എന്താണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബൊവ വാദിച്ചതിങ്ങനെയാണ്: ചരിത്രത്തിലുടനീളം പുരുഷൻ സ്വയം നിർവചിച്ചത് സ്വത്വം അഥവാ ദി സെൽഫായിട്ടാണ്. അതായത് അവനാണ് നോർമൽ, അവനാണ് അടിസ്ഥാനം, ബാക്കിയെല്ലാം അവനുമായി താരതമ്യം ചെയ്യപ്പെടേണ്ടവരാണ്. ഇവിടെയാണ് ആ വ്യത്യാസം വ്യക്തമാവുന്നത്. പുരുഷൻ ഒരു സ്വതന്ത്ര വ്യക്തിയായി നിലനിൽക്കുമ്പോൾ സ്ത്രീയെ എപ്പോഴും നിർവചിക്കുന്നത് പുരുഷനുമായി ബന്ധപ്പെടുത്തിയാണ്. അവൾ ആരുടെയെങ്കിലും ഭാര്യയാണ്, അമ്മയാണ്, അല്ലെങ്കിൽ മകളാണ്. അവൾക്ക് തനിച്ചൊരു നിലനിൽപ്പില്ല. അവളെ അപ്രധാനമായ ഒന്നായി കാണുന്നു. ശരി, ഈയൊരവസ്ഥ സ്വാഭാവികമായി ഉണ്ടായതല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണിത് ഉണ്ടാക്കിയെടുത്തത്? എങ്ങനെയാണ് സമൂഹം ഒരു സ്ത്രീയെ നിർമ്മിക്കുന്നത്? അടുത്തതായി നമ്മൾ നോക്കുന്നത് അതാണ്. ബൊവയുടെ ഉത്തരം ഇതായിരുന്നു: പുരുഷാധിപത്യം എന്ന വ്യവസ്ഥ. ഇതാണ് സ്ത്രീകളെ സമൂഹത്തിൽ എപ്പോഴും രണ്ടാമത്തെ സ്ഥാനത്ത് നിർത്തുന്ന ഒരു സിസ്റ്റം. ഈ പുരുഷാധിപത്യത്തിന് ചില തൂണുകളുണ്ട്. മതം, കുടുംബം, വിദ്യാഭ്യാസം, നമ്മുടെ സംസ്കാരം, ഇതെല്ലാം ചേർന്നാണ് സ്ത്രീകളെ ചില പ്രത്യേക റോളുകളിലേക്ക്, ചില പെരുമാറ്റച്ചട്ടങ്ങളിലേക്ക് ഒതുക്കി നിർത്തുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണം സാമ്പത്തികമായ ആശ്രിതത്വമാണ്. സ്വന്തമായി വരുമാനമോ സ്വത്തോ ഇല്ലാതാകുമ്പോൾ ഒരു സ്ത്രീക്ക് അതിജീവനത്തിനായി പുരുഷനെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇത് അവളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു എന്ന് ബൊവ വാദിച്ചു. അപ്പോ ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് മോചനം നേടുക? എന്താണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി? പുസ്തകത്തിലെ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും വിപ്ലവകരമായ ആ ഉത്തരത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇതാണ് ആ വാചകം: ഒരാൾ സ്ത്രീയായി ജനിക്കുന്നില്ല, സ്ത്രീയായി തീരുകയാണ് ചെയ്യുന്നത്. ഒരു നിമിഷം ഇതൊന്നാലോചിച്ചു നോക്കൂ. എന്തൊരു ശക്തമായ ആശയമാണിത്! ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: നമ്മൾ സ്ത്രീത്വം എന്ന് പറയുന്ന കാര്യങ്ങൾ, അതായത് സൗമ്യത, വിനയം, അടങ്ങി ഒതുങ്ങി ജീവിക്കൽ, ഇതൊന്നും ജന്മനാ കിട്ടുന്നതല്ല. മറിച്ച് സമൂഹം ഒരു പെൺകുട്ടിയെ ചെറുപഴേ പഠിപ്പിച്ചെടുക്കുന്നതാണ്. അത് ജൈവികമല്ല, സാമൂഹികമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ശക്തമായൊരു ആശയം ലോകത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? ഈ പുസ്തകമുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പുസ്തകത്തെ പലരും വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ആധുനിക ഫെമിനിസത്തിന്റെ ബൈബിൾ. ആധുനിക ഫെമിനിസ്റ്റ് ചിന്തകൾക്ക് ഈ പുസ്തകം നൽകിയ സംഭാവന എത്ര വലുതാണെന്ന് ഈ പേര് തന്നെ പറയുന്നുണ്ട്. 1949 പുസ്തകം പുറത്തിറങ്ങി. പിന്നീട് 60കളിലും 70കളിലും ലോകമെമ്പാടും അലയടിച്ച ഫെമിനിസത്തിന്റെ രണ്ടാം തരംഗത്തിന് ഏറ്റവും വലിയ പ്രചോദനം നൽകിയത് ഈ പുസ്തകമാണ്. ഇന്നും ലിംഗഭേദത്തെയും വ്യക്തിത്വത്തെയും കുറിച്ചുള്ള ഏതു ചർച്ചയിലും ഈ പുസ്തകത്തിന്റെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. ഈ പുസ്തകത്തിന്റെ ചില പ്രധാന സ്വാധീനങ്ങൾ നോക്കൂ. വ്യക്തിപരം രാഷ്ട്രീയമാണ്. അതായത് നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങൾക്ക് പോലും രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന ആശയത്തിന് ഇത് ഊർജം നൽകി. വിദ്യാഭ്യാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും നേടാൻ ഒരുപാട് സ്ത്രീകളെ പ്രേരിപ്പിച്ചു. അതോടൊപ്പം ഇന്നത്തെ ജെൻഡർ ചർച്ചകൾക്കൊരു തുടക്കമിടാനും ഈ പുസ്തകത്തിന് കഴിഞ്ഞു. പുസ്തകത്തിന്റെ ആത്യന്തികമായ സന്ദേശം ഒരുപക്ഷേ ഈ വാക്കുകളിൽ ഒതുക്കാം: ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവൾക്ക് തന്നെയായിരിക്കണം. മറ്റുള്ളവർ അവളെ നിർവചിക്കാൻ പാടില്ല. ഇനി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുന്നത് ഒരു ചോദ്യത്തോടെയാവാം. 1949 ബൊവ എഴുതിയ ഈ കാര്യങ്ങൾ വെച്ച് ഇന്നത്തെ ലോകത്തേക്ക് നോക്കൂ. ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം എന്ന് നിർവചിക്കാൻ നമ്മുടെ സമൂഹം ഇപ്പോഴും എവിടെയെല്ലാമാണ് ശ്രമിക്കുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ.